ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ 2 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്, ദ ചാരിയറ്റ് വന്നിട്ടുണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് സ്വാർഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, പിന്നെ 4 ഓഫ് വാണ്ട്സ്, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നേക്കുന്നത് ഇതാണ് 4 ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഈ 4 ഓഫ് കപ്സിൻ്റെ എനർജി ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ വല്ലാതെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അതായത് ഇമോഷണലി ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നിരിക്കാം നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. കാരണം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുകയോ, അല്ലെങ്കിൽ ഇനി അത് കരിയറായിട്ടാണെങ്കിലും അതല്ല മണി മാറ്റർ ആണെങ്കിലും നിങ്ങളെ അവർ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ്, ചെയ്ത ജോലിക്ക് കൂലി കിട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ഈ അവസ്ഥയിൽ നിന്ന് നോക്കൂ, ഇവിടെ ഒരു സഹായം വന്നിട്ട് പോലും നിങ്ങൾ സ്വീകരിക്കാതിരുന്ന ഒരവസ്ഥയിലേക്ക്, അത്രത്തോളം നിങ്ങൾ മടുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ വന്നിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ ആലോചിച്ചിട്ടുണ്ടാവണം. ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഇനി ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ആകെ വിഷമിച്ചിരുന്നൊരു സമയമായിരുന്നിരിക്കണം നിങ്ങളുടെ അത് നിങ്ങൾ അതിൻ്റെ വരമ്പരായികളെക്കുറിച്ചൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ കാർഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തേക്കുന്നു. അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് വളരെ പാഷനേറ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ എന്തിലാണോ വർക്ക് ചെയ്തത് അതിൽ നിങ്ങളൊരു മാസ്റ്ററായി മാറിയിരിക്കുന്നു എന്നാണ്. അതായത് നിങ്ങളതിൽ വളരെയധികം വളരെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നിങ്ങളത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫലം കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ആഘോഷങ്ങൾ വന്നിരിക്കുന്നു, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ സെലിബ്രേഷനൊക്കെ വന്നത് എവിടെ നിന്നാണ്? ആ സെലിബ്രേഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ ചാടിക്കടന്ന ഒരു പോരാളിയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ഒരുപാട് ദുരിതങ്ങളൊക്കെ ചാടിക്കടന്ന് അവിടെ എപ്പോൾ വേണമെങ്കിലും ഇടികൂടാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ചിട്ട് നിങ്ങൾ വന്നിരിക്കുന്നതാണ് ഈ കാർഡ്. നോക്കിക്കേ, കണ്ടോ, സെലിബ്രേഷൻ്റെ കാർഡാണ്. അത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് 4 ഓഫ് കപ്സും 4 ഓഫ് വാണ്ട്സും നിങ്ങൾക്ക് കാണാനായിട്ട് ഇവിടെയും സെലിബ്രേഷൻ്റെ കാർഡാണ്. ഇവിടെ ലാസ്റ്റ് വന്നേക്കുന്ന നോക്കിയാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ വരാൻ കാരണം നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ നിന്നിരുന്നു എങ്കിൽ, നിങ്ങൾ സ്റ്റക്കായിട്ട് പലയിടത്തും നിന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസ്മെയറായിട്ടൊക്കെ നിങ്ങൾ അവിടെ ആലോചിച്ചുകൊണ്ട് നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും തീർച്ചയായിട്ടും ഈ 9 ഓഫ് വാണ്ട്സ് ഒക്കെ വന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ട് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ സക്സസ്സിലേക്ക് എത്താനോ ഈ ഒരു ഭാഗ്യത്തിലേക്ക് എത്താനോ നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ചാരിയറ്റ്, അവിടെ നിങ്ങൾ യാത്ര പുറപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആലോചനയുടെ ഫലമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. നിങ്ങൾ വർക്ക് ചെയ്തു, അതിൻ്റെ സന്തോഷം ലഭിച്ചു. നിങ്ങളുടെ ദുരിതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടാവും. അതിനെല്ലാം ഓവർകം ചെയ്തിട്ട് നിങ്ങൾ യാത്ര പുറപ്പെട്ടു. നിങ്ങളെ നിന്നിടത്തുനിന്ന് നിങ്ങൾ യാത്ര പുറപ്പെട്ടു. നിങ്ങളുടെ ആ യാത്ര നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ, നിങ്ങളുടെ ആഘോഷങ്ങളിലേക്കും വീൽ ഓഫ് ഫോർച്യൂണിലേക്കുണ്ട്. ഇവിടെ നോക്കിക്കേ, കിങ് ഓഫ് സോഡ്സും 9 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കുകയാണ്. അതായത് വർക്ക് ചെയ്ത് നിങ്ങൾ മാക്സിമം ഏൺ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വർക്കിനുള്ള ലേബറിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങളതിൽ വളരെയധികം ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ കിങ് ഓഫ് സോഡ്സ് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം പവറിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കിവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പറഞ്ഞ ഇവിടെ എവിടെയെങ്കിലും ഈ 9 ഓഫ് പെൻറ്റക്കിൾസിലോ കിങ് ഓഫ് സോഡ്സ് ഒക്കെ വന്നതിൽ എനർജിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാം. അതായത് നിങ്ങൾക്ക് കരിയറിലാണെങ്കിലും മണി മാറ്റേഴ്സിലാണെങ്കിലും അതല്ല റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളോട് നിങ്ങൾക്ക് സഹായം ആവശ്യപ്പെടാം. തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മണിയായിട്ടാണെങ്കിലും ജോലിയിലാണെങ്കിലും ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് സക്സസ്സിലേക്ക് എത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്കുള്ള ഭാഗ്യമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ എവിടെ നിന്നിരുന്നു, നമ്മൾ ഇമോഷണലി തകർന്ന് തരിപ്പണമായിട്ട് മടുത്തു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്, ഈ സക്സസ്സിലേക്കും ഈ വീൽ ഓഫ് ഫോർച്യൂണിലേക്കും നമ്മൾ വന്നിരിക്കുകയാണ്.
എങ്ങനെയാണ് വന്നതെന്ന് ആലോചിച്ചേ. നിൽക്കണോ പോണോ അതോ എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നിടത്ത് നിന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾഡ് ആയിട്ടുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ പോയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ യാത്ര പുറപ്പെടാൻ അല്ലെങ്കിൽ ചെയ്യാം, മൂവ് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിച്ചത്, അതിനുവേണ്ടി വർക്ക് ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിച്ച നിമിഷം മുതൽ നിങ്ങളുടെ സക്സസ് ആരംഭിച്ചിരിക്കുന്നു. 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലേബറിനുള്ള കൂലി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ വളരെ പവർഫുള്ളായിരിക്കുന്നു. നിങ്ങളിപ്പോൾ മുമ്പ് നിന്നിരുന്ന ഈ ഇമോഷണലി ബ്രോക്കൺ ആയിട്ടുള്ള ആളല്ല. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വളരെ പവർഫുള്ളായിട്ടുള്ള, വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരാളായിട്ട് നിങ്ങളിപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. നിങ്ങൾ വളരെ മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രഗിൾസ്, സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടുണ്ട്. ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയിരിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായമൊക്കെ തേടേണ്ടി വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാം. ഈ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടാം. അത് പണത്തിൻ്റെ കാര്യത്തിലായാലും മണി മാറ്ററിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കും എന്നുറപ്പുള്ള, നിങ്ങളെ തിരിഞ്ഞു കുത്തില്ല എന്നുറപ്പുള്ള, കഴിവുള്ള ആളുകളുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആഘോഷങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഈ പറഞ്ഞ നിങ്ങളുടെ വിധിയുടെ പൂർണ്ണത വന്നിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഡെസ്റ്റിനിയുടെ പൂർണ്ണത വന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വെൽത്തിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ കർമ്മയുടെ ഒരു എൻഡിങ് വന്നിട്ട് നിങ്ങൾ ഗുഡ് ലക്കിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ഒരു നല്ല ഭാഗ്യത്തിലേക്കാണ് തീർച്ചയായിട്ടും പോകുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്.